നോക്കാം. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും പ്രത്യേകിച്ച് പുതിയ സിലബസിലെ ആദ്യത്തെ എക്സാം, അങ്ങനെ പറഞ്ഞാൽ 2023 ജൂണിലാണ് ആദ്യത്തെ എക്സാം നടന്നത്. അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നില്ല, ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. ഇതായിരുന്നില്ല പറഞ്ഞ് ചോദിക്കുന്ന പാറ്റേൺ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, 20. പിന്നെയാണ് എന്ത് ചെയ്തത്, അടുത്ത 23 ഡിസംബർ മുതലാണ് എന്തായത് 15 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ടുള്ള ഇതിലേക്ക് വന്നു. മറ്റേ 10. അന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തായിരുന്നു, എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കണമായിരുന്നു. 1 മാർക്ക് എന്തിനാ, കറക്റ്റ് ആൻസർ. പിന്നെ അതിനെന്ത് ചെയ്യണം, ജസ്റ്റിഫിക്കേഷനും കൂടെ കൊടുക്കണം. അപ്പോഴേ 2 മാർക്ക് കിട്ടുള്ളൂ. അപ്പം 20 ഉള്ളത് 15 ആക്കി, 20 മാർക്ക് എന്നുള്ളത് 10 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് 20 എന്നുള്ളത് എത്രയാക്കി, 15 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് എത്രയും 30 ആക്കുകയും മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആൻസർ മാത്രം ചെയ്താൽ മതി. അഥവാ എന്ത് മാത്രം മതി, OMR എന്ത് ചെയ്താൽ മതി, കറപ്പിച്ചാൽ മതി. ബാക്കിയൊന്നും ചെയ്യണമെന്നില്ല, എക്സ്പ്ലനേഷൻ ഒന്നും എന്തില്ല ആവശ്യം ഇല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഏതെന്നായിരിക്കും മക്കളെ, ഇൻട്രൊഡക്ഷൻ്റെ ആയിരിക്കും. അതിൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു സാധനം തന്നെയാണ്. ഇപ്പോൾ 2021 ചോദിച്ചെന്താ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പിന്നെ ഏതാണ് ട്രേഡിംഗ് PL അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനൽ അക്കൗണ്ട് എന്നൊക്കെ പറയും. അവിടെ അവസാനിച്ചു ഏത്, ഫിനാൻഷ്യൽ അക്കൗണ്ട്. പിന്നെ അവിടുന്ന് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് പോകുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പോകുന്നത്. ശരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഈ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂളാണ്. ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കണം, നേരത്തെ ശ്രദ്ധിക്കേണ്ട പറയും, ഇത് വേണം. അനാലിസിസ് ഓഫ് ഏതാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിലാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റേഷ്യോ ഇതൊക്കെ വരിക. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് MAയിലാവില്ല, എവിടെയാവും, FM-ലാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റിൻ്റെ മൊത്തം പേരെന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ ഭാഗമാണ് ഇത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഈ സബ്ജക്റ്റും FM-ഉം പിന്നെ OPM അങ്ങനെയുള്ള കോസ്റ്റിങ്ങും ഒക്കെ എന്താണ്, ഇതിൻ്റെ സബ്സെറ്റുകളാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ആ ഒരു ബേസിൽ നോക്കാം. ഇതിൻ്റെ പർപ്പസാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, ക്ലാസിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, സമ്മറൈസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ദ കമ്പനി. അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയാണ്, ജേണൽ എഴുതി അവസാനം ഇതുവരെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരെ പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആർക്ക് കൊടുക്കാം, മാനേജ്മെൻറ്റ് കൊടുക്കാം. അടുത്ത പോയിന്റ് പറയുന്ന അപ്ലിക്കേഷനാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് പ്രിപ്പയർഡ് ടു റിഫ്ലക്ട് ദ ട്രൂ ആൻഡ് ഫെയർ ഓഫ് ദ പിക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ അഫയേഴ്സ്. അഥവാ നമ്മൾ അക്കൗണ്ട്സ് വല്ല കള്ളക്കളികളുണ്ടോ, നല്ല വൃത്തിയിലല്ലേ കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തിനാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. കാറ്റലീസിന് നല്ല പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമുക്കൊരു വിശ്വാസ്യത ഉണ്ടാവും. എന്താ, ഇവിടുത്തെ ആളുകൾക്ക് അക്കൗണ്ട്സൊക്കെ നല്ല ഇതൊന്നും ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ട്രൂ ആൻഡ് ഫെയർ അല്ലേ എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് എവിടെ കമ്പൽസറിയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് കമ്പൽസറിയാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് എന്താണ്, ഓപ്ഷണലാണ്. അതൊരു ഡിഫറൻസ് ആയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം, ചിലപ്പോൾ ഇതിലുണ്ടാവും, നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് മാനേജ്മെൻറ്റ് ടു ടേക്ക് ദ മീനിങ് സ്റ്റെപ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. അത് ബഡ്ജറ്റ് വെച്ചിട്ടാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, പല പരിപാടികളും എന്ത് ചെയ്യുക, ബേസിലാണ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ബേസിട്ടാണ് അവർ എന്ത് ചെയ്യുക, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. സ്കോപ്പാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു പെർവാസീവ് ആണ്, ബട്ട് നോട്ട് ആസ് മച്ച്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പോലെ വൈഡ് തന്നെയാണ്, പക്ഷേ മാനേജ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി ഇതിനെന്തെന്ന് വിളിക്കേണ്ടി വരും, നേരോ എന്ന് വിളിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇതിനെന്തെന്ന് വിളിക്കാം, ബ്രോഡർ എന്ന് വിളിക്കാം. ആരോട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് നേരം ആവുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനോട്. ദെൻ ഇൻഫർമേഷൻ ടൈപ്പാണ്. നമുക്കറിയാം ഇതിൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്തായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആവും. ഓക്കെ അല്ലേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുമ്പോൾ എന്താ, ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്യാഷ് കൊണ്ട് തിട്ടപ്പെടുത്താൻ പറ്റുന്ന മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫിനാൻഷ്യൽ. പക്ഷേ ആ ഒരു ലിമിറ്റേഷൻ ആര് ഓവർകം ചെയ്യും, മാനേജ്മെൻറ്റ്. പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഇല്ലാതെ പറ്റില്ല, പ്ലസ് ഏതും വരും, ക്വാളിറ്റേറ്റീവും കൂടെ എന്ത് ചെയ്യും, വരും പറയും. ഓക്കെ അല്ലേ? നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കോൺസെപ്റ്റ് ഒക്കെ പറയാറില്ലേ പലപ്പോഴും, അതൊന്നും എവിടെ ഇല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജെന്യുവലായിട്ട് വരുന്ന കോസ്റ്റ് ആണോ, അല്ല. അതേപോലെ നോഷണൽ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞെടുക്കാറില്ലേ, ഒരു കോസ്റ്റ് അങ്ങനെ ഇല്ല. പക്ഷെ നാമമാത്രമായിട്ട് നമുക്ക് ഡിസിഷന് വേണ്ടിയിട്ട് അത് എടുക്കാം. അതൊന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ
പറ്റില്ല. അടുത്ത ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നിങ്ങൾക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല. കാരണം ആദ്യം ഏതാണ്? ഫിനാൻഷ്യലാണ്. പിന്നെയാണ് എന്തുള്ളൂ, അതിന് ആ ഡാറ്റ ഒക്കെ വെച്ചിട്ടേ മാനേജ്മെന്റിലേക്ക് പോവുള്ളൂ. പക്ഷെ മാനേജ്മെന്റ് ആരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആസ് വെൽ ആസ് ഏതാണ്? കോസ്റ്റ് അക്കൗണ്ടിങ്. അതില്ലാതെ അവർക്ക് പറ്റില്ല, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് പറ്റില്ല. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻ വേണം. അപ്പോൾ നിങ്ങൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചൊരു ടൂളാണ് EVA, ഇക്കണോമിക് വാല്യൂ ആഡഡ്. ഈ EVAയുടെ ഇതെന്താ? നോപാറ്റ് മൈനസ് ഏതാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വാക്ക് എന്നൊക്കെ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ RI ഇപ്പോൾ പഠിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ RIയുടെ എന്തറിയണം? RI ഇക്വേഷൻ എന്താ? ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് ഏതാ? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ആക്ച്വൽ പ്രോഫിറ്റ് അറിയണമെങ്കിൽ എവിടെ നിന്ന് കിട്ടാം? P&L അക്കൗണ്ടിൽ നിന്ന് കിട്ടാം അല്ലേ? യെസ്. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? മാനേജ്മെന്റ് ഫിനാൻഷ്യൽ കൂടെ തിരില്ല. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആണ്. നമ്മൾ പറഞ്ഞു കമ്പനീസ് ആക്ട് പ്രകാരം ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? ലീഗലി മാൻഡേറ്റഡ് ഫൈനൽ അക്കൗണ്ട് ഓഫ് ഓൾ കമ്പനി. എല്ലാ കമ്പനികൾക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എന്താണ്? നിർബന്ധമാണ്. അക്കൗണ്ട്സ് റെക്കോർഡ്സ് നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ മാനേജ്മെന്റിന് അങ്ങനെ ഒരു എന്തല്ല നിർബന്ധം സ്റ്റാറ്റ്യൂട്ടറിലി ഇല്ല. എന്ന് വിചാരിച്ച് മാനേജ്മെന്റ് അത് ചെയ്യാതിരിക്കുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം എന്താണ്? മുന്നോട്ട് നല്ല ഡെവലപ്മെന്റ് ഒക്കെ വേണമെങ്കിൽ എന്ത് നിർബന്ധമാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിർബന്ധം. അല്ലാതെ എല്ലാ കാലവും ഒരേപോലെ ഇങ്ങനെ പോകണം എന്നുള്ള ഒരു ടിപ്പ് പിന്തിരിപ്പൻ സ്വഭാവമുള്ള കമ്പനീസ് എന്ത് ചെയ്യില്ല, ഇതിനെക്കുറിച്ച് ബോധരാവില്ല. പിന്നെ അടുത്തതാ ഫോർമാറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് ആണെന്ത്? അതിനെന്തില്ല? ഒരു യൂണിഫോം ഫോർമാറ്റ് ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പം നമ്മളിപ്പോൾ ടെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയും. ഇനിയിപ്പോൾ സജസ്റ്റഡ് ആൻസറിലുള്ള ആൻസർ ഞാൻ ചിലത് ഇതിലൊക്കെ ഇട്ടുണ്ട്, ചിലത് ഞാൻ അത് ഫോളോ ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇനി വേറെ ഫാക്കൽറ്റി ആണെങ്കിൽ വേറെ രീതിയിലാവും ചിലപ്പോൾ. അപ്പോൾ ഫാക്കൽറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ വ്യക്തികൾക്ക് അതിനനുസരിച്ച് ചെയ്യാം. പക്ഷെ മെയിൻ കണ്ടന്റ് ഒക്കെ അതിലുണ്ടാവണം. ഓക്കെ അല്ലേ? യെസ്. ഈ അസംഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ട്രെൻഡിനനുസരിച്ച് വേണം അസംഷൻ കൊടുക്കുക. ഓക്കെ അല്ലേ? അല്ലാത്ത അസംഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ എപ്പോഴും നമ്മളൊരു ട്രെൻഡ് ഉണ്ടോ ടെക്സ്റ്റിലും പ്രീവിയസ് ഇയറിലൊക്കെ ചെയ്തതിലേക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ തൽക്കാലം ചുരുളാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? എക്സാമിനേഷനിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഗുണം ചെയ്യും. യൂസേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം ഇൻവെസ്റ്റേഴ്സ് ആരുണ്ട്? ഇന്റേണലും പിന്നെ ഏതാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടാവും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പക്ഷെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഇന്റേണൽ. അതും സ്പെസിഫിക്കലി എല്ലാ എംപ്ലോയീസിനും മാനേജ്മെന്റ് അക്കൗണ്ടിങ് വേണം. ഈവൻ ഓണേഴ്സ് അതിനെ കുറിച്ച് ബോധരാണോ? വേണ്ട. ആരാവും മെയിൻലി അത് ഫോക്കസ് ചെയ്യുക? മാനേജേഴ്സ് ഓൺലി. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ പ്രസന്റ്ലി വെരിഫയബിൾ ആണ്. പ്രസന്റഡ് ഈസ് വെരിഫയബിൾ. അങ്ങനെ പറയാൻ വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിടെ എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഉണ്ട്. മണി മെഷർമെന്റും അക്കൗണ്ടിങ് കോൺസെപ്റ്റും പഠിക്കുമ്പോൾ ഓർക്കണ്ട. ഏതാ? വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ്. എന്താ അതിൻ്റെ ഉദ്ദേശം? വെരിഫയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് ഒന്നുമില്ല. എല്ലാ ജേണൽ എഴുതുമ്പോഴും അതിന് കൃത്യമായ എന്ത് വേണം? ഡോക്യുമെന്ററി, സപ്പോർട്ടിങ് ഡോക്യുമെന്ററി വേണം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പരിപാടി എവിടെ ഇല്ല? ഇവിടെ ഇല്ല. ഓക്കെ അല്ലേ? അഥവാ ഈ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും റെക്കോർഡിംഗ് ഒക്കെ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് സജസ്റ്റഡുള്ള അതേ സാധനം തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് ചെയ്തിട്ടുണ്ട്. സജസ്റ്റഡിൽ അവർ എത്ര പോയിന്റ് കൊടുത്തിട്ടുണ്ട്? 9 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഐ തിങ്ക് ഒരു 7 നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫുൾ മാർക്ക് കിട്ടാം. പക്ഷെ എങ്കിൽ പോലും എന്ത് ചെയ്യുക? കുട്ടി ഉറങ്ങണം. ശ്രദ്ധിക്കും. നിനക്കെന്താ പനി എന്തെങ്കിലും ഉണ്ടാ? അന്ന് ബാക്കിൽ പോയിരുന്നോ? പ്രയാസം ഉണ്ടെങ്കിൽ അല്ല, അങ്ങനെ നോക്ക്. ആ വർത്താനല്ല. നോക്ക്, ബാക്കിൽ പോയിരുന്നോ? അല്ല, പനി ഉണ്ടെങ്കിൽ ബാക്കിൽ വരുന്നു. കൂളായിട്ട് പറയുന്ന. ശ്രദ്ധിക്കും. ഏതാണ്? ABCയുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നോക്കാം. വായിച്ചോ നിങ്ങളിത്? കംപ്ലീറ്റ് ചെയ്തവരോ ചിന്തിച്ചേ? ആയിക്കോട്ടെ, എന്നാലും ഞാൻ ഒന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, 2 പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? ഏതാ പ്രൊഡക്റ്റുകൾ? നമുക്കറിയാം, ഓർക്കുണ്ടാവുക. ABC ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റെപ്പ് ഫോളോ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ? കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഏതാ? അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ്. ആണെങ്കിൽ ആ ആൻസറിൽ ഞാനത് പറയാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, സിനാൻ്റെ എന്താണ് ഒറിജിനൽ സാധനം. സിനാൻ ഇതിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 7 മാർക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പ്രസന്റ് ചെയ്താൽ എന്ത് ചെയ്യാം? മാർക്ക് കിട്ടും എന്നറിയാം.
ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഇല്ല. ടെക്സ്റ്റിൽ എന്താണ് പലതും പല രീതിയിലാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 1 എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. ഓക്കെ അല്ലേ? ദെൻ സ്റ്റെപ്പ് 2 ഏതാണ്? അപ്പോഴ്സ്മെന്റ് ഓഫ് ഓവർ ഹെഡ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു സാധനം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൻ്റെ നോളജ് മതി ഇത് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ നോളജ് മതി, അത്രയും ബേസിക്സ് ആണ്. എന്തായാലും നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഏതൊക്കെയാണ് റോബോട്ടിക് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. റെസ്പോണ്ട് ചെയ്യണം. അടുത്തേതാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് നിർത്തിയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിലുണ്ടായിരുന്നു നിങ്ങൾ നിന്നെ ഇതാക്കണം, മോട്ടിവേറ്റ് ചെയ്യണം. റോബോ വെൽഡർ എന്നുള്ളൊരു സാധനം, പിന്നെ അതാ റോബോ പെയിൻറ്റർ, അങ്ങനെ 2 സാധനമുള്ളത്. കമ്പനി കറൻലി അബ്സോർബ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ദി ബേസ് ഓഫ് ഏതാണ്? ഡയറക്റ്റ് ലേബർ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇത് എന്താ ഉദ്ദേശിച്ചത്? അവർ ട്രഡീഷണലായിട്ട് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ഇനി എന്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ABC. ഓക്കെ, ഫോർ അപ്കമിങ് മന്ത് ദ കമ്പനി ഹാസ് ബഡ്ജറ്റ് ടോട്ടൽ ഓവർഹെഡ് എത്രയുണ്ട്? 37,50,000. 50,000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ? ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്ക്. 7,50,000, 25 ലക്ഷം, 5 ലക്ഷം, 37,50,000 കറക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരിനി ഈ 37,50,000 പല ആക്ടിവിറ്റി ആയിട്ട് തരംതിരിക്കുകയാണ്. അതാണ് അടിയിൽ തന്നുള്ളത്. കണ്ടാ, റീസെന്റ് അനാലിസിസ് ഹാഡ് ഐഡന്റിഫൈ ദാറ്റ് ദ ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് 37,50,000 ക്യാൻ ബി ട്രേസ് ടു 3 പ്രൈമറി ആക്ടിവിറ്റീസ്. ഏതൊക്കെയാണത്? ഓർഡർ പ്രോസസ്സിങ്, മെഷീൻ പ്രോസസ്സിങ്, പ്രൊഡക്റ്റ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 ആദ്യം എഴുതേണ്ടത്. കണ്ടില്ലേ? ഓർഡർ പ്രോസസ്സിങ്, മെഷീൻ പ്രോസസ്സിങ്, പ്രൊഡക്റ്റ് ഇൻസ്പെക്ഷൻ. ഓക്കെ അല്ലേ? അതിൻ്റെ കോസ്റ്റ് എത്രയൊക്കെയാണ് പറയും? 7,50,000, 25 ലക്ഷം, 5 ലക്ഷം. ക്ലിയർ? ഇതിൻ്റെയൊക്കെ ബേസാണ് അടിയിൽ പറയുന്നത്. കണ്ട, ദീസ് ആക്ടിവിറ്റീസ് ആർ ഡ്രിവൺ ബൈ. അപ്പോൾ കോസ്റ്റ് ഡ്രൈവറാണ്. ഓക്കെ, കോസ്റ്റ് ഡ്രൈവർ പറയുമ്പോൾ ഏതൊക്കെയാണ് പറയുന്നത്? മിഷൻ ഹവേഴ്സ്, ഓർഡർ പ്രോസസ്സർ ഉണ്ട് ഒന്ന്, പിന്നെ ഏതാ മിഷൻ ഹവേഴ്സ് വർക്ക് ഉണ്ട്, പിന്നെ ഏതാ മിഷൻ ഇൻസ്പെക്ഷൻ ഹവേഴ്സ് ഉണ്ട്. ഇതൊക്കെ 2 പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ പ്രോസസ്സിങ് ടോട്ടൽ എത്ര? 400 + 200 എത്ര വരും? 600. അതേപോലെ മിഷൻ ഹവേഴ്സ് മൊത്തം വർക്ക് ചെയ്ത് എത്ര? 50,000. ഇൻസ്പെക്ഷൻ ടോട്ടൽ എത്ര? 20,000. ക്ലിയർ അല്ലേ? ഇത്രയും സാധനം വെച്ച് നമുക്ക് ഒന്നാമത്തെ സാധനം സെറ്റ് ചെയ്യാം. ഒന്നാമത്തെ സാധനം ഏതിരുന്ന് പറഞ്ഞ് സ്റ്റെപ്പ് 1 പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. ഇങ്ങനെ കാണാം. ഏതൊക്കെയാണ്? ആക്ടിവിറ്റി, പിന്നെ കോസ്റ്റ് പൂള്, പിന്നെ കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ ഇത് 3 ഏതൊക്കെയാണ്? ഓർഡർ പ്രോസസ്സർ, മിഷൻ അവർ, പിന്നെ ഇൻസ്പെക്ഷൻ അവേഴ്സ്. നമ്മൾ മുകളിൽ കണ്ടതാണ്. 600, 5, 50,000, പിന്നെ എത്ര? 20,000. എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. ചെയ്ത് നോക്ക്. 7,50,000 ഡിവൈഡ് ബൈ 600 കറക്റ്റ് അല്ലേ? നോക്ക്. 1,250 പേർ ഏതാണ്? പ്രോസസ് ഓർഡർ പ്രോസസ്സർ. അടുത്ത ഏതാണ്? 50 വരുന്നുണ്ട്. 25 ലക്ഷം ഡിവൈഡ് ബൈ 5 ലക്ഷം. ഓക്കെ അല്ലേ? ഇതിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ എന്തും കൂടെ എഴുതാം. ഇതെന്താണ്? ഈ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ഏതാണ്? മിഷൻ ഹവർ. പിന്നെ 25 ഏതാണ്? പെർ ഏതാണ്? ഇൻസ്പെക്ഷൻ ഹവർ. ഓക്കെ അല്ലേ? അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഓക്കെ ആണോ? അപ്പം അത് കഴിഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഫസ്റ്റത്തേൻ്റെ ആൻസറാണ് ഇത്. എന്താണ്? കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ട്. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടില്ലേ? അത് പ്രശ്നമൊന്നുമില്ല, കണ്ടു. ഇനി അടുത്ത എന്താണ്? അപ്പോഴ്സ്മെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം എന്താണ്? പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോവിങ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ബോത്ത് ഏതാണ്? RW1, പിന്നെ ഏതാണ്? RP2. നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഷോർട്ടാക്കിയിട്ട് വിളിക്കുന്നതാണ്. റോബോ വെൽഡർ ഉണ്ടാ 1, പിന്നെ റോബോ പെയിൻറ്റർ 2. അത്രേ ഉള്ളൂ, നത്തിങ് ഗ്രേറ്റ്. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ അപ്പോഴ്സ്മെന്റ് ഓഫ് ഓവർഹെഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ അപ്പോഴ്സ്മെന്റ് ഓഫ് ഓവർഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ എങ്ങനെയാണ്? ആക്ടിവിറ്റി, പിന്നെ കോസ്റ്റ് ഡ്രൈവർ, പിന്നെ റോബോ വെൽഡർ, റോബോ പെയിൻറ്റർ. എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ ക്വാണ്ടിറ്റി എടുക്കുക. ഓക്കെ, എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. അപ്പോൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഓൾറെഡി നമ്മൾ എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഇതല്ലേ കണ്ടെത്തിയത്? ഇതിൽ ലാസ്റ്റ് 1,250, 50, പിന്നെ എത്ര? 25. അത് കണ്ടു. പിന്നെ ഇവരുടെ എന്താണ്? ഫസ്റ്റ് വൺ ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ റോബോ വെൽഡർ എത്ര? കോസ്റ്റ് ഡ്രൈവർ 400. ഓക്കെ അല്ലേ? ഇതാ ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കണം. 400, പിന്നെ എത്രയാണ്? 200. ഇതേപോലെ എടുക്കണം. ഓക്കെ അല്ലേ? യെസ്. പിന്നെ റോബോ വെൽഡറിൻ്റെ 22,500, പിന്നെ എത്ര? 27,500. അങ്ങനെ ചെയ്യണം.
ക്ലിയർ? കണ്ടില്ലേ? 22,500 പിന്നെ എത്ര? 27,500. പിന്നെ അടുത്തത് എത്രയാ? 5,000 പിന്നെ എത്രയാ? 15,000. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഹവർലി റേറ്റ് അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സിങ്ങിൻ്റെ ബേസ് വെച്ചിട്ടുള്ള റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ എത്ര വരും? ഇവിടെ 17,50,000. പിന്നെ ഇവിടെ എത്രയാണ്? 20 ലക്ഷം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് മനസ്സിലുണ്ടാവട്ടെ. ഈ ചോദ്യം പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം എന്ത് കാണാനാണ്? സ്റ്റേറ്റ്മെൻറ്റ് കാണാനാണ്. ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ്. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് കാണണമെങ്കിൽ അത് എന്തൊക്കെ വേണം? നിങ്ങൾക്കറിയാം, ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്? മെറ്റീരിയൽ ഉണ്ടാവും, ലേബർ ഉണ്ടാവും, പിന്നെയാണ് ഇത് വരാം ഓവർഹെഡ്. ആ ഓവർഹെഡിൻ്റെ പ്രധാനപ്പെട്ട ടിസ്റ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഏതെടുക്കണം? റോബോയുടെ മെറ്റീരിയൽ. കണ്ടില്ലേ? ഇതാണ് മെറ്റീരിയൽ. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ 700, 720. പിന്നെ റോബോ പെയിൻറ്ററുടെ 800, 960. അപ്പോൾ ആദ്യം തന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലത് സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ടോട്ടലാണോ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ യെസ്. 1 മിനിറ്റ്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ബോത്ത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര യൂണിറ്റിനാണ്? 700 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ എത്രയാണ്? നമ്മൾ RW റോബോ വെൽഡർ ഉണ്ടാക്കുന്ന 6,400 അല്ലേ? അപ്പോൾ 6,400 × 700. ഓക്കെ അല്ലേ? എത്ര വരും? 44,80,000. ഓക്കെ, അതുപോലെ ചെയ്ത് നോക്ക്. എല്ലാവരും ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അടുത്തേതാ? 720 × 6,400. അപ്പോൾ ലേബർ കിട്ടും 720 × 6,400, 46,80,000. ഓക്കെ, അതേപോലെ മറ്റടുത്ത് എത്രയാണ്? 700 × 7,700 × 61,60,000. അങ്ങനെ ചെയ്താൽ കിട്ടും. ക്ലിയർ അല്ലേ? പിന്നെ ഓൾറെഡി നമുക്ക് എന്തറിയാം? ഓവർഹെഡ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഈ ഓവർഹെഡ് കണ്ടെത്തിയത് നമ്മൾ എവിടുന്നാ? സ്റ്റെപ്പ് ഏതാ? 2-ൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് 2 കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ എഴുതാം. സ്റ്റെപ്പ് 2-ൽ 17,50,000, 20 ലക്ഷം. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അതിനെന്ത് ചെയ്താൽ മതി? യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. യൂണിറ്റ് പറയുമ്പോൾ ഇവിടെ 6,400 അല്ലേ? അപ്പോൾ എങ്ങനെ വരാം? 108,38,000 അല്ലേ? ഡിവൈഡഡ് ബൈ എത്രയാണ്? 6,400. എത്ര വരും? 1,693.4375. അതിലെത്ര വരുന്നത്? അതിനെ ഫുള്ള് എടുത്തുകൊണ്ട്. ഓക്കെ അല്ലേ? ഫുള്ളെടുത്ത് ഒരു റൗണ്ടിങ്ങും ഇല്ല. മെയിനാവണ്ട. ഒരു 4 ഡിജിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തോ? റൗണ്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഇനി അതിൻ്റെ പേരിലാവും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? മാർക്കൊക്കെ പോകുന്നുണ്ടാവും. അപ്പുറത്ത് 2019.74 വരുന്നുണ്ടാവും. 1,55,52,000 ഉണ്ട് അല്ലേ? ഡിവൈഡഡ് ബൈ 7,700. ഓക്കെ ആണോ? ക്ലിയർ? അത്രേ ഉള്ളൂ.